കണ്ടീഷനിൽ ഇപ്പോഴത്തെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോട്ടിക്കട ഞങ്ങൾ അന്നാലും ചെറുതായിട്ട് വലിയ മുട്ടല്ല അവനെ ഒതുക്കാൻ മതി. ആ പോലീസുകാരൻ എന്തോ ഒരു കൗതുകം നമ്മുടെ വണ്ടി കണ്ടപ്പോൾ കാണാനാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ പാലക്കാട്ടേക്കാണ് പോണത്, നെല്ല് കയറ്റിയിട്ട്. അപ്പോൾ വീഡിയോ നമുക്ക് പാലക്കാട് വരെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം കേട്ടോ. നോക്കിയേ എന്തോരു താറാവാ നോക്കിയേ. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ താറാവിനെ. വെള്ളത്തിലൊക്കെ ഫുള്ള് താറാവുകൾ വേണ്ട എന്തോരം. അവിടെ നിന്ന് മുതൽ ഇവിടം വരെ പാടം കൊയ്ത്ത് കഴിഞ്ഞതുകൊണ്ട് നിറച്ച് നെല്ലല്ലേ. അപ്പൊ താറാവുകളെ ഫുള്ള് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. പാടം മൊത്തം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് താറാവുകൾ നോക്കാൻ വരുന്ന ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇറക്കണതാണെന്ന് തോന്നണേ. നമ്മുടെ മുന്നിലും രണ്ട് ലോറികൾ ഇതേപോലെ തന്നെ ഫുൾ ലോഡ് കയറ്റിയിട്ട് പോകണ്ട കേട്ടോ. 6 വീലാണ് ആ രണ്ടും, അല്ലേ? രണ്ടും 6 വീലാ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടുള്ള അത്ര ലോഡ് തന്നെ ആ 2 വണ്ടിയിലും കയറ്റിയിട്ടുള്ള. അപ്പോൾ ഫുള്ള് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിക്കും വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇത്ര അധികം ടണ്ണ് ഇത്ര ചെറിയ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ആയാലും ശരിക്കും ആ വണ്ടിയിൽ കയറ്റണം വെച്ചിട്ട് അത്ര ആയി കഴിഞ്ഞാൽ വണ്ടി വലിയ മുട്ടില്ലെന്ന് ഞാൻ ചോദിക്കണേ. അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ലല്ലേ? ഒരെണ്ണം ടാറ്റയാ മുന്നിൽ പോണത് ഭാരത് ബെൻസ് എന്ന് തോന്നുന്നു. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ. 8 കിലോമീറ്റർ തല്ലിപ്പൊളി റോഡ്, ഇതേപോലത്തെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന റോട്ടിക്കട ഞങ്ങൾ പോയതായിരുന്നു ലോഡ് എടുക്കാൻ. അതേപോലെ ഞങ്ങൾ തിരിച്ചു വന്നു ആ 8 കിലോമീറ്ററും. ഇതെന്തോ കേസിൽ പെട്ട് കിടക്കുന്ന റോഡാന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പണിയുടെ സമയത്ത് GSP അടിച്ചപ്പോൾ അതിൽ മണ്ണ് മിക്സ് കണ്ടുവന്നു. അതായത് മണ്ണ് മിക്സ് കണ്ടതിന്റെ കാരണം ഇതിൽ കേബിളിന്റെ പിന്നെ എന്താ പൈപ്പ് ലൈനിന്റെ ആൾക്കാർ വന്ന് കുത്തിപ്പൊളിച്ച സമയത്ത് അത് കൂടി മിക്സ് ആയിപ്പോൾ ഇത് എന്താ പറയാ, അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോഴും കേസിൽ കിടക്കുന്നതായതുകൊണ്ട് ഈ സംഭവം പണി കഴിഞ്ഞിട്ടില്ല. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ആ വണ്ടി ഇങ്ങോട്ട് പൊക്കോളില്ലേ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ഇതേവരെ പണിയാണ്ട് കുറേ കാലങ്ങളായിട്ട് കിടക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുന്ന്. ഇപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു എന്ന് അറിയോ നിനക്ക്? ഈ സ്ഥലത്തിന്റെ പേരാണ് പുന്നമൂട് ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ പുന്നമൂട് ജംഗ്ഷനിൽ നിന്നും നമ്മൾ നേരെ പോണത് കോട്ടയത്തേക്കാണ്, അല്ലേ അജീഷേ? കോട്ടയത്ത് നിന്ന് നമ്മളുടെ അടുത്ത സ്റ്റോപ്പിന്റെ പേരെന്താ? ഏറ്റുമാനൂര്. ഏറ്റുമാനൂരിൽ നിന്ന് നമ്മൾ വൈക്കം വഴിക്ക് പോണോ അത് ഏത് വഴിക്ക് പോണെന്നാ? നിരപ്പ് റോട്ടിക്കട. അപ്പൊ നിനക്ക് ഏത് റോഡാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോട്ടിക്കട ഇങ്ങോട്ട് പോട്ടെ. നിന്റെ ഇഷ്ടമാണ് ഇവിടെ കണക്കിലെടുക്കണത്, മനസ്സിലായോ? അപ്പൊ ബ്ലോക്ക് കൂടുതൽ വരില്ലേ എറണാകുളം വഴിക്ക് പോയാ? അതെ. അപ്പൊ എന്തായാലും നിന്റെ ഇഷ്ടത്തിന് ഏത് റോഡാ ഇഷ്ടം എന്ന് വെച്ച് ഞാൻ റോട്ടിക്കടെ വിട്ടോ. അത് തന്നെ കുറെ ആലോചിക്കാനുള്ള സമയം ഉണ്ടേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി കുറെ ദൂരം പോകാനുണ്ട്. നമുക്ക് ഉദ്ദേശം എത്ര കിലോമീറ്ററിന്റെ 200 സംതിങ് കിലോമീറ്റർ ഇല്ലേ? 200 സംതിങ് കിലോമീറ്ററിന്റെ ഒരു 8-10 മണിക്കൂർ ഞങ്ങൾക്ക് നേരെ വണ്ടി ഓടിക്കാനുണ്ട്. ഹൈവേസൊക്കെ കയറ്റം കയറി പോകണുണ്ട്. കൊതിയാവുന്നു റോഡും വണ്ടി നമ്മളിങ്ങനെ പോണ സമയത്ത്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ റോട്ടിക്കൂടെ പോകുമ്പോൾ ബൈക്കിലും കാറിലൊക്കെ പോണവർ കൈപ്പൊക്കി വിഷ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. നമ്മളുടെ വീഡിയോ കാണുന്ന ചേട്ടന്മാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചൊരു വിഷിങ് കൊടുക്കാറുണ്ട്. കുറേ ആൾക്കാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. ഭയങ്കര സന്തോഷം ഉണ്ട് നമുക്ക് അങ്ങനെയൊക്കെ എന്താ പറയുക ഉണ്ടാവുന്ന സമയത്ത്. പിന്നെ ഞങ്ങളിപ്പോൾ ലോഡ് കയറ്റാൻ പോയപ്പോഴും അവിടെയും കുറേ ഡ്രൈവർമാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നതും അതേപോലെ തന്നെ യൂണിയനിലെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതേപോലെ തന്നെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു സഹായം. എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ തന്നെ പറഞ്ഞു തരാനായിക്കോട്ടെ, എന്തിനെ കുറിച്ചിട്ടായാലും നമ്മുടെ അടുത്ത് പുതിയൊരാളെ കാണുന്ന പോലെയല്ല, എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ കാണുന്ന പോലെ എല്ലാ വിശേഷങ്ങളും സന്തോഷങ്ങളും പറയുമ്പോഴേ നിങ്ങളുടെ ആ വീഡിയോ കണ്ടു അത് കണ്ടു ഇങ്ങനെ നമ്മളെ കുറിച്ച് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വർത്താനം പറയുമ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തോരം ആൾക്കാരെ ഈ പറയുമ്പോൾ അവിടെ കയറ്റാൻ പോയപ്പോഴും വഴിക്കടയും അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുക, അത് നമുക്കൊരു എന്താ പറയുക ഒരിത് അല്ലേ? എന്താ ജിഷ അതിനാ വാക്ക് കിട്ടാ സന്തോഷം. വാക്ക് കിട്ടാത്ത കാരണം സന്തോഷം. അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. കോട്ടയത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയോ? മാപ്പ് ഇടണം. ഞാൻ മാപ്പ് വേണം നിനക്ക്? മാപ്പും കൊപ്പൊന്നും വേണ്ട എന്നാ വേണം. അയ്യോ വറവ് സാധനങ്ങൾ ഇരിക്കണ്ടായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ മൂരുംവെള്ളം കഴിച്ച കാരണം ഞാൻ ഒരു 4 പ്രാവശ്യം നമ്മുടെ ബാത്റൂമിൽ പോയിട്ട് വന്നു. ഒരു 4 ഗ്ലാസ് പോരുംവെള്ളം 4 പ്രാവശ്യം ബാത്റൂം, അതാണ് ഉണ്ടായത്.
ഭാരത് ബെൻസ് ഫുൾ സ്റ്റിക്കർ ഇട്ടിട്ട് വരുന്നുണ്ടല്ലോ. എനിക്കിങ്ങനെ ആർഭാട സ്റ്റിക്കറിനോട് താല്പര്യമില്ല കേട്ടോ. അത് ഫുള്ള് സ്റ്റിക്കർ അല്ലേ? അയ്യോ അതന്നെ. സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു 2-3 അത്ര പാടുള്ളൂ. പേര് എഴുതണേട്ടാ, പേര് എഴുതിയിട്ടില്ല. ട്രാവൽ ബ്രോസ് എന്നാണ് കേട്ടോ ഗൈസ് നമ്മുടെ വണ്ടിയുമ്പോ പേര് എഴുതാൻ പോകുന്നത്. ട്രാവൽ ബ്രോസ് എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. നമ്മളുടെ നെറ്റി ഉണ്ടല്ലോ മുകളില്, അവിടെ വലുതായിട്ട് എല്ലാ വണ്ടികളുടെയും നെയിം ബോർഡ് എപ്പോഴും നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നെ നെയിം ബോർഡ് എന്ന് കേൾക്കറേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മുത്തെന്നുള്ള പേര് അതിൽ എഴുതുമ്പോ എന്താ വെച്ചാൽ തീരെ ചെറുതായിട്ട് ഒതുങ്ങി പോവാ. നീട്ടി വലിച്ച് എഴുതിയാലും ആ ഒരു ഭംഗി കിട്ടണില്ല. അപ്പൊ നമ്മുടെ ഈ കോട്ട ക്ലാസ്സിൽ നിൽക്കുന്ന മുത്തിന്റെ കളർ മാറ്റി നമ്മൾ അത് അവിടെ തന്നെ, പിന്നെ മോഡൽ നെയിം ബോർഡുമേ വലുതാക്കി ട്രാവൽ ബ്രോസ് എന്ന് അടിക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് അടിച്ചോളൂ, അത് തന്നെ പോലെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ. പിന്നെ ഇനി കോട്ടയത്തേക്ക് നല്ല കയറ്റുണ്ട്, അതുപോലെ തന്നെ ഇറക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൈലേജ് എന്നായിപ്പോയി. മൈലേജ് ഒക്കെ നമുക്ക് എന്താ പറയുക ആവറേജ് ഈ വഴിക്കൊക്കെ കിട്ടൽ കുറവായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് എത്ര വരെ കിട്ടിയായിരുന്നു? 2.8 വരെ കിട്ടി അല്ലേ? ഡീസൽ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോഴും ആവറേജ് ഓട്ടത്തിൽ 2.8 വരെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദിണ്ടിക്കല്ല് അതുപോലെ തന്നെ തേനി അവിടെ നിന്ന് അങ്ങനെ വന്ന് നമ്മുടെ എന്തായിരുന്നു ആ ഇത് ആര്യങ്കാവ്, പിന്നത്തെ സ്റ്റോപ്പ് എന്തായിരുന്നു? ചെങ്കോട്ട, ആര്യങ്കാവ്. ആ വഴിക്ക് നേരെ കൊല്ലം, ഏറ്റുമാനൂര്, ചങ്ങനാശ്ശേരി ഈ റൂട്ടിൽ കൂടെ വന്നപ്പോൾ ഒരു 2.9 3 താഴേക്ക് ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഹൈവേയിൽ കണ്ടിന്യൂസ് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3.6 4 കാലുവണ്ടിയാണെങ്കിൽ 4 അതിന്റെ മുകളിലൊക്കെ മൈലേജ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണിക്കുന്നതും കിട്ടണതും എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. അതിന്റെ വ്യത്യാസം ഡീസൽ അടിച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഇപ്പൊ ശരിക്കും നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മളുടെ ഇത് 2 പ്രാവശ്യം നമ്മൾ 0 ആക്കിയത് കൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് ആയില്ല. കാരണം ഇതിനകത്ത് 2.8 കാണിച്ച സമയത്ത് അതിൽ 1.9 ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ നമ്മൾ രണ്ടാമത് ഡീസൽ അടിച്ച് നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 2.8 കാണിച്ച സമയത്ത് 2.8 തന്നെ. പക്ഷെ അത് ആവറേജിൽ അത്ര എങ്ങനെയാണ് കയറി വ്യത്യാസം വന്നതെന്നുള്ളത് അറിയില്ല കേട്ടോ. ഭാരത് ബെൻസ് റെഡ് കളർ, അതുമ്പോൾ മഞ്ഞ ആവശ്യമില്ലായിരുന്നു അല്ലെ? ഫുൾ റെഡ് ആയിരുന്നു നല്ലത്. നമ്മുടെ ഇപ്പം ലോഡ് കയറ്റി വന്ന വണ്ടികളാണ് കേട്ടോ. അതേ മുന്നിൽ പോകുന്നുണ്ട് 2 EV പോണ്ടല്ലോ, ഗവൺമെന്റിന്റെ വണ്ടി. ഈശ കയറ്റത്ത് പതിയുണ്ട് അവരുടെ വണ്ടി, നമ്മുടെ വണ്ടി പതിയണില്ല കണ്ടോ. അവരുടെ വണ്ടി നല്ല ലോഡാണ്, നമ്മുടെ വണ്ടി മൊത്തം ലോഡ്. അത് കെയിലേറ്റ് CB പുത്തൻ വണ്ടിയാണ് കേട്ടാ, ടാറ്റയുടെ. ഒരു ഫോൺ അടിച്ചാൽ അവൻ ഒതുക്കില്ലായിരുന്നോടാ. എന്നാലും ചെറുതായിട്ട് വലിയ മുട്ടല്ല, അവനെ ഒതുക്കിയാൽ മതിയല്ലോ. അല്ലാണ്ട് ഇനിയിപ്പോ ബസ്സുകാരൻ വന്ന് വീണ്ടും അപ്പുറത്തേക്കടെ കുത്തി ഇപ്പുറത്തേക്കടെ കുത്തവൻ. അല്ല അവൻ എന്തിട്ടാ കാണിച്ചത്? ഇതാണ് ഓടിക്കല് പുള്ളി. കാലിവണ്ടിയല്ല, എങ്ങനെ കൈ കൊടുത്താലും അതേപോലെ പൊക്കോളേ. നമ്മൾ നമ്മുടെ ട്രാക്കിലേക്ക് പിടിച്ചോ. വെട്ടിക്കാൻ വേണ്ടി പോയതായിരുന്നു, നടന്നില്ല. ദേടാ വഞ്ചി ഉണ്ടാക്കുന്ന സ്ഥലം. ദേ കണ്ട വഞ്ചിക്കട. ഇതിനാണ് കേട്ടോ 20,000 രൂപ ഒരു വഞ്ചിയുടെ വില. അപ്പൊ ഇവിടുന്ന് നമുക്ക് പാറമടയിലേക്ക് ഇടാനുള്ള ഒരു സ്ഥലം സെറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഒരെണ്ണം മേടിക്കണം. വെറുതെ തുഴഞ്ഞു പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളത്തിൽ കിട ഇഷ്ടംപോലെ വെള്ളമല്ലേ കിടക്കണേ. ഫുൾ വെള്ളമല്ലേ, അതൊന്നും പറ്റില്ല ഒരിക്കലും, അത്ര ഫുള്ള് വെള്ളാ. അപ്പൊ ഒരു വഞ്ചി എന്തായാലും മേടിക്കണം, അതൊരാഗ്രഹം. മെല്ലെ മതി, ഇപ്പൊ വേണ്ട, തുഴയാൻ സമയം വേണ്ടേ. വണ്ടി കയറിയിരിക്കുമ്പോ തുഴയാൻ പറ്റില്ലല്ലോ. അജീഷ, ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പഠിച്ചു, മന്ദിരക്കവല. ഓരോ സ്ഥലങ്ങളും റോട്ടിക്കടെ പോകുമ്പോഴേ സ്ഥലങ്ങളുടെ പേര് വായിച്ച് പഠിക്കുക. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കേൾക്കുമ്പോൾ മന്ദിരക്കവല എന്ന് കേട്ടാൽ തന്നെ നമ്മൾ പോയിട്ടുള്ള സ്ഥലമാണല്ലോ എന്നുള്ളത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. ആ പോലീസുകാരൻ എന്തോ ഒരു കൗതുകം, നമ്മുടെ വണ്ടി കണ്ടപ്പോൾ കാണാനാന്ന് തോന്നുന്നു. ആള് ഇവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് വണ്ടിയൊന്നും ഉണ്ടായിട്ടല്ല, ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഈ സ്ഥലത്തിൻ്റെ പേര് ചിങ്ങമനം. ചിങ്ങമനത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയത്തേക്ക് 9 കിലോമീറ്ററും പുതുപ്പള്ളിക്ക് 30 എത്ര കിലോമീറ്ററും അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിങ്ങനെ തോന്നുന്നു. ആരോഗ്യത്തോടെ പോയി വരൂ, ഹരിദാസ് കൂടെയുണ്ട്. ഹരിദാസിന്റെ പരസ്യം ഇരുന്നല്ലേ, ഞാൻ ആ കിലോമീറ്റർ വായിക്കാൻ മറന്നുപോയി. മന്നാനം 10 കിലോമീറ്റർ. ഏറ്റുമാനൂരിന്റെ കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നോക്കിയില്ല. കല്ലടയുടെ ട്രാവൽസിന്റെ ബസ്സുകളൊക്കെ കിടക്കണ്ടല്ലോ, രാത്രി പോകാനുള്ളതാവും അല്ലേ. ചാച്ചൻ പോണു.
ഇത് നമ്മുടെ മുന്നിൽ കയറ്റി പോയിരുന്ന വണ്ടിയല്ലേ അത്? ഇന്നലെ കയറ്റി പോയ വണ്ടി തന്നെയല്ലേ? അത് ഭാരത് ബെൻസ് 6 വീലാണോ അപ്പോ? ആ ടോറസ് ആണോ? നമ്മളെ കടന്നു പോയ വണ്ടിയല്ല, ഇത് വേറെ വണ്ടിയാ. അതെ, മറ്റേ വണ്ടി മുന്നിൽ പോണു. ഇതൊരു വണ്ടി അപ്പൊ നമ്മള് വെട്ടിച്ചു പോയി. അതിന്റെ ഇടയ്ക്ക് ചവിട്ടിച്ചു. ചവിട്ടിയില്ലെങ്കിൽ ഗിയർ മാറാണ്ട് അവിടെ വരെ പോണ്ടതായിരുന്നു ആ ഫ്ലോയില്. മയൂരി വണ്ട കടയുള്ളത്. എന്തിന്റെ കടയത്? AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഹോം അപ്ലയൻസസ് ആണ്. നല്ല കയറ്റുണ്ട്. ചവിട്ടി കാര്യം നടന്നിട്ടത്. തൃശ്ശൂര് നേരെ, എറണാകുളം നേരെ, മൂവാറ്റുപുഴ നേരെ, പാല നേരെ, ഏറ്റുമാനൂര് നേരെ എല്ലാത്തിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. കോട്ടയം നോ എൻട്രിയാ, അതുകൊണ്ടാണ് ഒക്കെ നേരെ വെച്ചേക്കണേ. കോട്ടയം ആണോ അപ്പൊ? ഇത് കോട്ടയം എത്തിയപ്പം? കോട്ടയം ബോർഡൊക്കെ കോട്ടയായി. ശരിയാ. നമ്മള് എവിടെ ചെന്നാലും കടകളുടെ ബോർഡ് നോക്കി കഴിഞ്ഞാൽ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കണ്ട. മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് മനസ്സിലാവും. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് തന്നെ മാപ്പ് ഓൺ ചെയ്യാനില്ലല്ലോ. അപ്പൊ അതാണ് നമുക്ക് അറിയാത്തത്. നമ്മളങ്ങനെ ഏറ്റുമാനൂര് എത്തിയിട്ട്, ഏറ്റുമാനൂര് അമ്പലം ഇവൻ എന്നെ കാണിച്ചു തന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ സംഭവം ഒന്നും ഓർമ്മയില്ല. നമ്മൾ പല പ്രാവശ്യം കാണണമെങ്കിൽ ഇനിയിപ്പോൾ കുറേ പ്രാവശ്യം വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഓർമ്മയിൽ നിൽക്കുള്ളൂ. കോട്ടയം സൈഡിലേക്ക് വന്നു. കോട്ടയം ഇതേ കോട്ടയം ചീമാട്ടി അല്ലല്ലോ, അത് ഏത് സിൽക്സ് ആയിരുന്നു? ഏതൊരു ഞാനിവിടെ ഒരു കോട്ടയത്ത് നിന്ന് എന്നിട്ടാ പറയാ, നമ്മളുടെ കോട്ടയം ചാമക്കൽ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുണിക്കടയുണ്ട്. അവര് അവർക്കൊരു സ്കോഡ ഉണ്ടായിരുന്നു. അവരെ സ്കോഡ ആയിരുന്നു കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഒരു കൊല്ലത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടാണ് ആ വണ്ടി കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു ഈ ക്യാമറ അവിടെ നിന്നെ നോക്കിയിരിക്കുന്നില്ല. ക്യാമറ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? എന്നെങ്കിലും നിർത്തിയിട്ടല്ലേ കുടിക്കാൻ പാടുള്ളൂ. വെള്ളം കുടിച്ച പോലീസ് പിടിക്കുന്ന എനിക്ക് തോന്നണേ. ഈ ക്യാമറ പിടിക്കും. സ്റ്റിയറിംഗിൽ കൈ വിടാൻ പാടില്ലെന്നുകൊണ്ട് നിയമം. എനിക്കങ്ങനെ തോന്നണത്. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഫൈൻ വരികയാണെങ്കിൽ നോക്കാം. വെള്ളം കുടിച്ചു വരട്ടാ. അതൊന്നും അവർക്കറിയണ്ട. വണ്ടി ഓടിക്കുന്ന സമയത്ത് നീ സ്റ്റിയറിംഗിൽ പിടിച്ചേക്കണം എന്നുണ്ട് നിയമം. നിനക്ക് വെള്ളം കുടിക്കണം തോന്നി കഴിഞ്ഞാൽ വണ്ടി എടുക്കണോ? എന്തപ്പോ അവനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു വണ്ടി കയറി വന്ന് മുക്കാ ഭാഗമായത് നമ്മുടെ വണ്ടി, അവൻ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പോയി. അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ബസ്സുകാരങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഫ്ലോയിന്ന് പോയി. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വന്നായിരുന്നു ഗൈസ്, അതൊക്കെ മറന്നുപോയി ആ വണ്ടി കയറി വന്നതോട് കൂടിയിട്ട്. ഹോണല്ല എന്തായിരുന്നു, വെള്ളംകുടി. വെള്ളംകുടിയുടെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ. അതായത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കയ്യിൽ പെട്ടെന്ന് വെള്ളം കുടിക്കാനായിട്ട് എടുത്ത സമയത്ത് ഈ ക്യാമറ അടിക്കുമോ, നമുക്ക് ഇത് വരുമോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. എനിക്ക് തോന്നണ വരില്ല എന്നാ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡ്രൈവർമാര് മുഴുവൻ വെള്ളം കൂടി വരെ നിർത്തണം. എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയതിനു ശേഷം മാത്രമേ. അങ്കമാലി, നമുക്ക് അങ്കമാലിക്കല്ലേ പോട്ടെ, കൊച്ചിക്കല്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് കേട്ടോ. അതായത് നമുക്ക് റേറ്റ് പോണം. അപ്പൊ ഏറ്റുമാനൂരിന്ന് നമുക്ക് പത്തനംതിട്ട, പട്ടിതാനെന്നല്ലേ പാ കണ്ടപ്പോ അപ്പൊ തന്നെ പത്തനംതിട്ട, പത്തനംതിട്ടയല്ല. അപ്പൊ നമുക്ക് ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് കൊച്ചി വഴിക്ക് പോകണ്ട. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ വൈക്കം, എറണാകുളം, അതുപോലെ തന്നെ എന്താ കടുതുരുത്തി, ആ വഴിക്കാണ് ഇങ്ങോട്ടേക്കാണ് പോണത്. ഈ വഴിക്ക് പോവാണെങ്കിൽ സംഭവം കയറ്റം കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പോണ വഴിക്ക് ഇത്തിരി കയറ്റമൊക്കെ കൂടുതലാണ്. പിന്നെ രണ്ടിനും രണ്ട് ഗുണദോഷങ്ങൾ റോഡ് പണികൾ നടക്കുന്നതുകൊണ്ടേ അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാവും. ഈ വഴിക്ക് ഇത്തിരി കയറ്റുണ്ടെങ്കിലും ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോണേ അല്ലേ? അതെന്തായാലും ഉണ്ടാവൂല, അതിന് നോക്കണ്ട. കാലടി പെരുമ്പാവൂരും എന്തായാലും ചെറിയ, പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പോണ വഴിക്ക് ചെറിയ ഇതുകളുണ്ടാവും. പക്ഷെ റോഡ് പണിയുടേതായിട്ടുള്ള വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. അത് ഈ ഇതിക്കടെ തിരിച്ചുവിട്ട് നമ്മൾ ഇന്നലെ വന്നപ്പോ പ്രാന്തായില്ലേ അവിടുന്ന് കാര്യം. നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നപ്പോ ഇല്ലേ എന്റെ പൊന്നെ മടുത്തു ശരിക്കും പറഞ്ഞ. കുഴപ്പമില്ല. മൂവാറ്റുപുഴ സ്ട്രെയിറ്റ് വെറും 42 കിലോമീറ്റർ ഉള്ളൂ. തൃശ്ശൂർക്ക് 123 കിലോമീറ്റർ ഉള്ളൂ. 3 മണിക്കൂർ, 2.5 മണിക്കൂർ മതി. പാലക്കാട് 191 കിലോമീറ്റർ. നിന്റെ വീടിന്റെ അവിടേക്ക് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ ഇനി. അടിപൊളി ഭാരത് ബെൻസ്.
ബോഡി വണ്ടിയല്ലേ? അപ്പൊ ബോഡി ഇല്ല അതില്. അപ്പൊ എന്ത് കയറ്റാൻ പോണത് അത്? ആ, തടി കയറ്റ വണ്ടിക്ക് പ്ലാറ്റ്ഫോം മാത്രമാണല്ലോ ഉണ്ടാവുള്ളൂ. മറ്റേ നമ്മുടെ SC ലോറി പോലെ. നല്ല കയറ്റാട്ടോ. അശോകന് ക്ഷീണം ആകാമെന്ന് പറഞ്ഞ പോലെ ഇവന് ക്ഷീണമാവാൻ പാടില്ല, എനിക്ക് ക്ഷീണമാവാൻ പാടില്ല. അപ്പം ഞങ്ങൾ ഇതൊരു ചായക്കട കണ്ടപ്പോൾ ചായ കുടിച്ചിട്ട് നീങ്ങാന്ന് വെച്ചിട്ട് ഇവിടെ ഇറങ്ങുകയാണ് കേട്ടോ. കുറേ ദൂരം ഇങ്ങോട്ട് വന്നു. വണ്ടി ഒതുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലവും കൂടി വേണ്ട. ഡോർ ഒരു മിനിറ്റ്, ഇതിൻ്റെ ഡോറേ ശരിക്കും അടഞ്ഞിട്ടില്ല. അതൊന്നും അടയ്ക്കട്ടെ ഞാൻ. അതാ ഈ സൈഡ് ഡോർ അതാ കിടക്കടാന്ന് അടിച്ചില്ലേ നേരത്തെ. ഇവിടെ ഡോറ് ലോക്ക് വീണുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, കയറ്റി നിർത്തിക്കോ. ഈ ഡോറിൻ്റെ ഇവിടെ നമ്മൾ ആ തുറന്ന് കിടന്നായിരുന്നപ്പോൾ കിടന്ന പോലെയാണ് ഗ്യാപ്പ്. അത്രയ്ക്കും ഗ്യാപ്പ് വേണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ആ അപ്പുറത്തേക്ക് ലേശം കയറ്റി നിർത്താൻ മതി. ഇറക്കി നിർത്താൻ വേണ്ടിയിട്ടാ. ബുള്ളറ്റ് കളയാണോ? ബുള്ളറ്റ് കാണാം, ക്യാമറയിൽ കാണാം, അതായത് കുഴപ്പമില്ല. ഇത്ര നിർത്തിയുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു പഴംപൊരി, ഒരു പരിപ്പുവടയും, ഒരു ഉഴുന്നുവടയും 3 കഴിച്ചു. ഇനിയിപ്പോൾ അജീഷിന് എന്താ വേണ്ടതെന്ന് വെച്ച് ഞാൻ പറയട്ടെ. അജീഷ എന്താ കിടന്ന് കിടക്കണേ? ടയർ നോക്കിയാ? എന്താ ടെൻഷൻ പിടിച്ച് പറഞ്ഞു? മൂത്രമൊഴിക്ക് പറഞ്ഞതാന്നുണ്ടല്ലേ. ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സുന്ദര ഇയാളുടെ പഴംപൊരി സൂപ്പറായിരുന്നു. പക്ഷെ ഉഴുന്നോടെ കുഴപ്പമില്ല, പരിപ്പോടെ ഭയങ്കര മറ്റേ ആയിരുന്നു. ഇന്നലത്തെ അച്ചപ്പം പോലെ. ഇന്നലത്തെ അച്ചപ്പം ഇതിന്റെ ഒരു ചെറിയ പോലത്തെ സംഭവമായിരുന്നു. പിന്നെ ചായ, ആദ്യത്തെ ചായ ബെസ്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ ചായ ആളെടുത്ത് തന്നപ്പോ തന്നെ അയ്യോ ഇത് അത്ര നന്നാവില്ല കേട്ടോ, കാരണം ഞാൻ ഇത് വർത്താനത്തിന് പെട്ടു, അത്ര ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. ചേച്ചി അതിൻ്റെ ഒപ്പം കൊണ്ട് അവിടെ ഇറങ്ങിയെന്നുണ്ടല്ലേ ചെറുതായിട്ട്. ചേച്ചീന് നമുക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയാ, ചായ കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ചായ അത്ര എയിമായില്ല, എന്നാലും അത് കുടിച്ചു. ഇനി നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയാണ് അടുത്ത സ്ഥലം. അപ്പോൾ അജീഷിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുത്തു. അപ്പോൾ പുള്ളില്ലാത്ത വഴി കൂടെ ഓടിച്ചതല്ല, അപ്പോൾ നല്ല വഴിക്ക് എന്തായാലും ഞാൻ ഓടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ചേട്ടൻ കുറച്ച് നേരം ഓടിക്കാം എന്ന് പറഞ്ഞിട്ട് ഓടിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വഴി എന്ന് പറയുന്നത് സാധാരണ വിട്ടിട്ട് കയറ്റവും ഇറക്കവും ഭയങ്കര കൂടുതലുള്ള വഴിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വഴിക്കൊക്കെ നമ്മളിപ്പോൾ ഓടിച്ചിട്ടുണ്ട്, എന്നാലും കൂടിയും ഇങ്ങനെ എന്താ പറയുക, പകൽ ഓടിക്കുമ്പോൾ അതേപോലെ ഓരോ ഓടിക്കലിനും ഓരോ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിക്കുകയായിരുന്നു. നമുക്കിപ്പോൾ ഒരു കാറാണെങ്കിൽ ഏത് ഗിയറിൽ പോകണമെന്ന് ഇപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ടിപ്പറാണെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ലോഡ് വണ്ടി, ടയർ എണ്ണം കൂടിയ വണ്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കുമ്പോൾ കൂടുതൽ കാല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചൂടാവും. എന്താ പറയുക, ടയറുകളൊക്കെ പെട്ടെന്ന് ചൂടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ എയർ ഇറങ്ങിപ്പോണ സംഭവം വരും. ഈ എയർ ബ്രേക്കുള്ള വണ്ടി കണ്ടമാനം നമ്മൾ ബ്രേക്ക് ഇപ്പോൾ 6ാമത്തെ ഗിയറിൽ ഇട്ടിട്ടുള്ളൂ, എപ്പോഴും ബ്രേക്കുമ്പോൾ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഫ്രീ ആയിരിക്കും, മൈലേജ് കൂടുതൽ കിട്ടും. പക്ഷെ അതനുസരിച്ച് നമുക്ക് ബ്രേക്കിൻ്റെ ഇത് വരും. അപ്പോൾ ലേശം ഒന്ന് മാറ്റി അടുത്ത ഗിയർ, അതായത് 5ാമത്തേൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല, അതിലിട്ടിട്ട് ബ്രേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഒരു 60 ഇങ്ങനെ കട്ടായി ഇങ്ങനെ പോകുള്ളൂല്ലോ. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ അത് ഞാൻ അവരോട് ചോദിച്ചു മനസ്സിലാക്കി. പല ട്രിക്കുകളും ഇവൻ എനിക്ക് പറഞ്ഞു തരുന്നില്ല, എന്നാൽ കൂടി ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവൻ്റെ അടുത്ത്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് ഏറ്റവും ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ട സാധനം എൻ്റെ ചുമയ്ക്കുള്ള ഒരു ഡോക്ടറെ കണ്ടുപിടിക്കണം. കാരണം മാസങ്ങളോളമായി ചുമ തുടങ്ങിയിട്ട് നമ്മൾ വലിയ ചെക്കപ്പുകളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും മരുന്ന് സാധാരണ മേടിച്ച് കഴിക്കും, അതുപോലെ തന്നെ അത് കഴിക്കും, മാറും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിങ്ങനെ തുടർന്ന് എപ്പോഴും ചുമയായി കഴിയുമ്പോഴേ ഒരു സുഖമില്ല. നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ തണുപ്പ് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ചൂടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ AC ലേശം കുറച്ചോ കൂടിയിട്ടില്ലേ കുറഞ്ഞു വരുള്ളൂ. ആണോ? ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തണവൊക്കെ ഡയറക്റ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോഴേ തലയിലേക്ക് ഇങ്ങനെ നല്ല പെടപെടയ്ക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ നല്ല അടിപൊളിയായിട്ട് വരും. ഞാൻ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ AC യുടെ വെന്റ് വേറെ സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് റൂം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കും. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യണ കണ്ടിന്യൂസ് അങ്ങനെ 24 മണിക്ക് വണ്ടി ഓടുമ്പോൾ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തണവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും, വീണ്ടും തണവ് പോകുമ്പോൾ ഓൺ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറവ് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ അത്യാവശ്യത്തിന് ചൂട് എടുത്തിട്ട് ഇറന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനും ഭേദം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ ഒരുവിധം നല്ല തണവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതച്ചു കൂടി ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുതപ്പോണെന്നൊക്കെ പുതപ്പുണ്ട് എൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിൽ പുതപ്പില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇന്നലെ അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നു സീറ്റിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ
സീറ്റിൽ കിടക്കുമ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കാറ്റ് കുത്തലടിക്കാൻ പറ്റും. ഇവൻ കിടക്കണ മൂലയ്ക്ക് ആ മണ്ടയിൽ ബരത്തിൽ കിടക്കുമ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റടിക്കില്ല, തണവ് മാത്രം കിട്ടും, സുഖ. ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ ഞാൻ അപ്പുറത്ത് പോയി കിടന്നപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന തണവില്ല, ഇവിടെ ജാതി തണവ് വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തു. അത് നീ അറിഞ്ഞായിരുന്നാ? ഞാനും അതെ ഇന്നലെ കിടന്ന് ഉറങ്ങി എന്ന് പറയാൻ തീർത്ത് ഉറങ്ങിയവരെ മിനിഞ്ഞാന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ രാത്രിയുള്ള സംഭവം ആകുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് അങ്ങനത്തെ പ്രശ്നം വരില്ലടാ. നമ്മളൊരു 10 മണിയാകുമ്പോഴേക്കും നീ അവിടെ എത്തും, ഞാൻ ഇവിടെ മണ്ണുത്തിയിൽ ഇറങ്ങുകയും ചെയ്യും. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പാലക്കാട്ടേക്കാണ് ലോഡ്, വടക്കഞ്ചേരിക്കാണ് ലോഡ്, ഇവന്റെ വീടിന്റെ തൊട്ടടുത്തേക്കാണ്. അപ്പൊ ഇവനാണെങ്കിൽ അവിടെ വണ്ടി കൊണ്ട് ഇട്ടിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോവാ, അല്ലെങ്കിൽ മില്ലിന്റെ അവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ചെയ്യാം. ഇവിടെ നമ്മുടെ മണ്ണുത്തിയിൽ ഇറങ്ങിയിട്ട് ഇതോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാനാണ് രാവിലെ എത്താവുന്ന കണ്ടീഷനിൽ ചില. അപ്പോൾ ഒരു ദിവസം വണ്ടിയിൽ നിന്ന് റെസ്റ്റ് കിട്ടുകയും ചെയ്യും നമുക്ക്. അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മറ്റാളെ ഓടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് വരാം. ഇങ്ങോട്ട് എടുത്തിട്ട് വന്നാൽ മതി. അപ്പൊ അത് ഏതോ ഓട്ടം ശരിയാവണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. വീട്ടിലോട്ട് അതിലെ ടോളിലാണ്ട് കയറി വരാം. അതിൽ കയറി വന്നാൽ മതി, പ്രശ്നമില്ല. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ബക്കറ്റ് ഇങ്ങനെ വെച്ചേക്കണതല്ലേ, നമുക്ക് ഈ സീറ്റ് ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് സീറ്റ് ഭയങ്കരമായിട്ട് ബാക്കിലേക്ക് ഇറക്കിയിട്ട് ഓടിച്ചാൽ എനിക്കൊരു തൃപ്തിയുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ പിടിച്ചിരുന്ന് ഓടിക്കണം പോലെ. ഇവന് പക്ഷെ പിന്നെയും കയറ്റിയിടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാക്കിൽ വെള്ളം വെക്കാൻ ഇതേ സൗകര്യമുള്ളൂ. അപ്പൊ ഒരു കുറ്റിയൊന്നും, അതുപോലെ ബാക്കിൽ നമുക്ക് 2-3 കുറ്റി അങ്ങനെ ചെയ്യേണ്ട ചെറുപോയ കേസുകളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്. വണ്ടി ഓടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യില്ല. അതിനായിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ അന്നത്തെ ഓട്ടം പോയി. ചെറിയ പണിയാണ്, 1 മണിക്കൂറത്തെ പണിക്കാവും ചിലപ്പോൾ കൊണ്ടു ചെല്ലാം. പക്ഷെ പറഞ്ഞിട്ടില്ല, അവിടെ ചെല്ലുമ്പോൾ ഏത് വർക്ക്ഷോപ്പിലായിക്കോട്ടെ അവരുടെ ഇത് നോക്കി പണിതൊക്കെ തരുന്ന സമയത്ത് ഒരു അരമണിക്കൂറത്തെ കേസ് 1 മണിക്കൂർ പോയി 2 ദിവസം അവിടെ എടുത്ത് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പണി തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ കേസ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കും. ഇങ്ങനത്തെ ബോഡി മെയിൻ മറ്റേ മെക്കാനിക്കൽ ഭാഗമല്ല, മെക്കാനിക്കൽ ഭാഗം ഓടിയിട്ട് അല്ല കറക്റ്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊന്നും ചെയ്യിക്കണം, ആ വെൽഡിങ്ങും കാര്യങ്ങളും ചെയ്യിക്കണം. അത് ഇനി എനിക്ക് തോന്നുന്നത് നമ്മുടെ എറണാകുളം വഴിക്ക് ഇപ്പൊ ഇവിടേക്കിടാം. ഈ നെല്ലിന്റെ ഓട്ടം ഇനി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങടെ വരണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പണികളൊക്കെ ഒന്ന് ചെയ്യിക്കാട്ടോ. നെല്ല് റെഡിയാന്ന് പറഞ്ഞില്ല, നാളെ വേണമെന്ന് കേട്ടിത്തരാം. നെല്ലിന്റെ പണി ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ അവിടുന്ന് കാലി വരാന്ന് പറഞ്ഞ എളുപ്പമല്ല ഇവനെ. അവിടുന്ന് കാലി വന്നിട്ട് ഈ വാടകയ്ക്ക് നമുക്കത് മുതലാവില്ല. അവിടുന്ന് ഒരു ചെറിയ ഓട്ടം കൂടെ കിട്ടുകയാണെങ്കിൽ ഡീസൽ കാശിനുള്ള ഓട്ടെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് കയറ്റി പോയാൽ കുഴപ്പമില്ല. നല്ല കയറ്റി വന്നിട്ട് ഇവിടെ ഇറക്കാൻ ഒരു ദിവസം പോലേ അല്ല പൊക്കോട്ടെ. ഞാൻ പറയണ എന്നാൽ കൂടിയും വണ്ടി കാലിയായിട്ട് ഓടിയിട്ട് ഒരു 10,000-4,000 രൂപ ഡീസൽ കളഞ്ഞിട്ട് ഇറക്കാൻ ഒരു ദിവസം പോയാലും നമുക്ക് നഷ്ടം നോക്കണത് അവിടുന്ന് ഓട്ടം കിട്ടി വരിക. അല്ലാണ്ട് കാലി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല അങ്ങോട്ട് ഓടിയിട്ട് പിന്നെ ഇവിടെ വന്ന് ഒരു ലോഡിന് വേണ്ടി മാത്രം നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ലാഭകരമാവും എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ ഒരു ട്രിപ്പ് ഇപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഫുൾ കണക്കുകൾ എടുക്കും. ഇപ്പൊ എനിക്ക് 1 രൂപ കിട്ടിയിട്ടില്ല, കുറെ വാടക കിട്ടിയിട്ടുണ്ട്. പക്ഷെ ലാഭം എത്ര കിട്ടിയിട്ടുണ്ടെന്നോ ഡീസൽ അടിച്ചിട്ടുള്ള അതിന്റെ ബാലൻസ് ഇതൊന്നും ഇങ്ങനെ കറക്റ്റ് എഴുതി വെച്ച് നോക്കാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് ടൈം എടുത്ത് എല്ലാം ഇങ്ങനെ നോക്കി കഴിഞ്ഞാലാണ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വീട്ടിൽ ചെന്ന് ഫുള്ള് കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ച് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാലി ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും, അതാണോ ലാഭം. ഇപ്പം പറഞ്ഞ കാലിയായാലും ഓടാന്ന് പറഞ്ഞപ്പോ അത് ലാഭം കിട്ടില്ലേ എന്നൊക്കെ അറിയാണ്ട് നമ്മൾ എന്നാ ശരി അങ്ങോട്ട് പോവാ ഓട്ടത്തിന് വേണ്ടി ഇങ്ങോട്ട് വരാന്ന് പറയുമ്പോ ഇങ്ങോട്ട് കാലി വരണ്ടാ. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ കാലി വരുന്ന കാര്യം പറഞ്ഞേ, ഇങ്ങോട്ട് കാലി വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് കാര്യം വരാന്ന് പറയുമ്പോഴേ എനിക്ക് അങ്ങനെ ആലോചിച്ചിട്ടും അത് മനസ്സിലാവുള്ളൂ. ഇത്ര കിലോമീറ്റർ എന്തായാലും 300 കിലോമീറ്റർ വരില്ലേ? 200 ചില്ലറ അല്ലെ? അതെ, 300 കിലോമീറ്റർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മറന്നു പോയിട്ടോ, ബുക്കിൽ എഴുതി വെച്ചിട്ട്. ഞാൻ അതുപോലെ ഏത് സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കിലോമീറ്റർ എഴുതി വയ്ക്കും. ഇറക്കണ സ്ഥലത്ത് വരുമ്പോൾ അവിടെയും കിലോമീറ്റർ എഴുതി വയ്ക്കും. പിന്നെ ഡീസൽ അടിക്കുമ്പോൾ അപ്പം കിലോമീറ്റർ എഴുതി വയ്ക്കും. അതുപോലെ ഓരോ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ 2 ഇറക്കലുണ്ടെങ്കിൽ അവിടെ ഒക്കെ. കാരണം ഇനിയൊരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പോയ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ മാപ്പിൽ കാണിക്കുന്ന സ്ഥലവും ഇതും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിലോമീറ്ററും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഓട്ടം കിട്ടിയപ്പോഴത്തേക്ക് 2ാം പ്രാവശ്യം ആണെങ്കിൽ അവിടെ ഇറക്കണ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. പിന്നെ ലൈനിക്കടെ നമുക്ക് ഇങ്ങനെ ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എത്ര ഇപ്പൊ ബാംഗ്ലൂരോ ബോംബെ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. പക്ഷെ ലോഡ് കയറ്റി ഇറക്കി കെട്ടി അതിന്റെ പായ, അയ്യോ പായ കെട്ടേണ്ട കാര്യം ഓർമ്മിപ്പിക്കരുത്. ഇത് കാലിന്റെ അടി വരെ പൊള്ളി പോയിട്ടാ. അയ്യോ എന്താ പറയാ, നീ ചെരുപ്പിട്ടല്ലേ നിന്ന് അതിന്റെ മുകളില്? പിന്നെ എന്തിനാ എന്നോട് ചെരുപ്പ് ഊരിയിട്ട് കയറിക്കോളാൻ പറഞ്ഞു? ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ആരെ പറഞ്ഞു? പരിചയമില്ലാണ്ട് ചെരുപ്പിട്ട് നിന്ന് ചിലപ്പോ പറഞ്ഞിട്ടുള്ളേ താഴെ വരും. ഞാൻ ചെരുപ്പ് ഊരിയിട്ട് പിന്നെ എനിക്ക് ചവിട്ടാൻ പറ്റൂടാ. അപ്പൊ ഞാനതല്ല അല്ലെങ്കിൽ പഴയ കാലത്ത് ചെരുപ്പ് കണ്ടുപിടിക്കാത്ത സമയത്ത് എങ്ങനെ ഈ പണികൾ ചെയ്തായിരുന്നു? പണ്ട് കാലം മുതൽ ചെരുപ്പ് ഉണ്ടാവൂലേ? അതാ മൂവാറ്റുപുഴ നേരെ തന്നെ. ഏതാ പുത്താട്ടുള്ളാണോ? ഏതാ സ്ഥലം? ഇത് കുറൂരങ്ങാട്. തൃശ്ശൂർക്ക് 113 കിലോമീറ്റർ.
സിഗ്നലിലും തിരക്കൊന്നുമില്ല കേട്ടോ. റോട്ടിലെ തിരക്ക് കുറവാ അല്ലേ മൊത്തത്തിൽ. കയറ്റം അങ്ങനെയുള്ള ഒരു സംഭവം അല്ലാണ്ട് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കണത് എനിക്ക് തോന്നുന്നു ആകെ ആലുവയിലും മറ്റേ നമ്മുടെ അങ്ങനെ 2-3 സ്ഥലം ഉണ്ടല്ലോ, മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, അങ്ങനെയുള്ള 2-3. ഇവിടെ ഇപ്പൊ ഇതിലേ പോകുമ്പോ നമുക്ക് ആലുവ ടച്ച് ചെയ്യണ്ടല്ലോ, നേരെ അങ്കമാലിക്കല്ലേ. അപ്പൊ അത് കാരണം പ്രശ്നമില്ല. ആലുവല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റേ ഇവിടെയാണ് അങ്കമാലിയ. അങ്കമാലിയും കിട്ടും, കാലടി ഞാൻ ഉദ്ദേശിച്ചത്. ആലുവ എന്നാ പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളുടെ. അപ്പൊ ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ, പള്ളത്തി ചെല്ലുമ്പോ ഡാഡിയോട് കാർ എടുത്തിട്ട് വരാൻ പറയണം. എന്നിട്ട് കുറെ ദിവസമായില്ലേ വീട്ടിലേക്ക് എത്തിയിട്ട്, ചെടികളൊക്കെ കരിഞ്ഞു പോയില്ലേ എന്ന് പോലും അറിയില്ല. നിധിയാണെങ്കിൽ ഇവിടേക്ക് നിധിയുടെ വീട്ടിലേക്ക് വന്നതാണ് ഈ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നേരെ വണ്ടി അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ചെടികളും കാര്യങ്ങളൊക്കെ നനച്ച് ഒരു ദിവസം കിടന്നുറങ്ങി സുഭിക്ഷമായി ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മജീഷേ, ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഈ റെസ്റ്റ് കിട്ടുന്നത് ബുദ്ധിമുട്ടുണ്ടോ? ഇഷ്ടമാണ്. ഞാൻ ഉണ്ട് എപ്പോഴും, നീ പേടിക്കണ്ട. ഇത് ഇപ്പോഴും മറ്റേ ഇതിലത്തെ ബോബനും മോളിയിലത്തെ ആള് പോലെ എപ്പോഴും ഞാൻ കൂടിയിട്ടുണ്ടാവുന്നു. നമ്മളുടെ ഒരു സംശയം ചോദിച്ചോട്ടെ, സാധാരണ വിട്ടിട്ട് ഈ മിറർ ലേശം പുറത്തേക്ക് പ്രൊജക്ഷൻ കൂടുതലുണ്ടോ നിൽക്കുന്നത്? ഉണ്ട്. ഈ വണ്ടിയിൽ സംബന്ധിച്ചോളം പഴയ മിററും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ പുറത്തേക്ക് പ്രൊജക്ഷൻ കൂടുതലാണ് അല്ലേ? പഴയ മിററില്ലേ കറക്റ്റ് നമ്മുടെ ബാക്ക് ബോഡി ആയിട്ട് കറക്റ്റ് ആണ്. ഇത് ബോഡി വിട്ട് പുറത്തോട്ട് ഒരുപാട് കാണാനുണ്ടല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പൈപ്പ് ചിലപ്പോ BS3-ക്കും 6-നും വ്യത്യാസം ഉണ്ടായിരിക്കും. അതായിരിക്കും സംഭവം. ആ പൈപ്പ് നമ്മൾ മാറ്റിയല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കരമായിട്ട് വിരിഞ്ഞ് നിൽക്കുക. അപ്പൊ നമ്മൾ സൈഡ് കൊടുക്കുന്ന സമയത്തൊക്കെ ചെറിയ വഴിയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന്റെ കൊമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ മിററിൽ തട്ടുക. അതേപോലെ വേറെ വല്ല വണ്ടി കിടന്നു പോകുമ്പോൾ അവർ കറക്റ്റ് ബ്ലേഡ് അടിച്ചാൽ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ പറഞ്ഞോളം നമ്മളുടെ മിററുമ അവര് ഉരച്ച് കൊണ്ടുപോകും. കുറച്ച് നേരത്തെ ഞങ്ങൾ അവിടെ നിന്ന് കയറ്റി വന്നപ്പോഴേ എവിടെയാണ് നമ്മൾ കയറ്റി അപ്പൊ തന്നെ അല്ലേ? കയറ്റി അപ്പൊ തന്നെ അത് വീഡിയോ പിടിച്ചില്ല. ഞങ്ങൾ എന്തോ നമ്മൾ വർത്താനത്തിന്റെ ഇടയ്ക്കായിരുന്നു സമയത്ത് ഒരു ഓട്ടോറിക്ഷ ബാക്കിൽ വന്നായിരുന്നു. മറ്റേ ഇതിക്കടെ നോക്കിയ സമയത്ത് നമ്മുടെ ക്യാമറക്കടെ നോക്കിയ സമയത്ത് കുറെ നേരമായിട്ട് ഒരു ഓട്ടോറിക്ഷ ബാക്കിൽ വരുന്നുണ്ട്, വൈക്കോൽ ഓട്ടോറിക്ഷ. ഇവൻ അതിനോട് സൈഡില്ല, എന്നിട്ടും പൊക്കോളാൻ പറഞ്ഞ് നിർത്തിയിട്ട് കിടത്തി വിട്ടു. നിർത്തിയിട്ട് കിടന്ന് പോണതിന്റെ ഇടയ്ക്ക് അവൻ സൈഡ് മിറർ ഒറ്റ തട്ടിയിട്ട് സൈഡ് മിറർ തിരിഞ്ഞ് അങ്ങടായിരുന്നു. നിർത്താണ്ട് പോയി എന്നുള്ളത്. ഇപ്പൊ ഹോണൊക്കെ അടിച്ചു, പക്ഷെ അവൻ നിർത്തിയില്ല. അത് കഴിഞ്ഞപ്പോ അവന് പക്ഷെ അവന് കെട്ടഴിഞ്ഞു പോയി. ഇതിനകത്ത് കുളത്തിപ്പോ അവൻ കുറെ അങ്ങോട്ട് നീക്കിയിട്ട് ഒരു വളവിൽ കൊണ്ടുപോയി നിർത്തി. അപ്പൊ ഞങ്ങള് പിന്നെ ഇതൊക്കെ മിററൊക്കെ ശരിയാക്കി, മിറർ തിരിഞ്ഞു പോയത് വളച്ച് കൈ കൊണ്ട് പിടിച്ച് ശരിയാക്കിയതിന് ശേഷം ഇങ്ങനെ ചെല്ലുമ്പോണ്ട് അവൻ കെട്ടൊക്കെ അഴിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് രാമ്പരപ്പ പറഞ്ഞു അവരുടെ അടുത്ത്, ഞാൻ കണ്ടില്ല, പിന്നെ നീ എന്തിനാണ് പിന്നെ കെട്ടഴിഞ്ഞു പോയപ്പോ നീ നോക്കണ്ടായിരുന്നില്ല ക്ലാസ്സിൽ കിട്ടാൻ, എന്നിട്ട് നിർത്താണ്ട് പോന്നാലേ ചോദിച്ചു. ചേട്ടാ എന്തായാലും പറ്റിപ്പോയി, ക്ഷമിക്കുക. അപ്പൊ ക്ഷമിക്കുന്നല്ലവനെ. വണ്ടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെ കയ്യിൽ നിന്ന് തട്ടുമുട്ടും. അത് തട്ടാത്ത വണ്ടി ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഓടിച്ചാലും തട്ടും, ആരോടിച്ചാലും തട്ടും. അവൻ തട്ടുമുട്ട ചെയ്ത് കഴിഞ്ഞാൽ തട്ടി മുട്ടിന്ന് പറഞ്ഞു. ചേട്ടാ എനിക്ക് അറിയാണ്ട് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഞാൻ പിടിച്ചു നിർത്താൻ ചീത്ത പറയോ? ഇല്ല. ഇതിപ്പോ ചേട്ടൻ പറയിപ്പിച്ചത് ഈ ചീത്ത. ഞാൻ എമ്പരപ്പ പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി തട്ടിയിട്ട് മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞിട്ട് ചേട്ടാ സോറി എന്ന് പറഞ്ഞിട്ട് പോയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മളൊക്കെ ഒരു വണ്ടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താണ്ട് പോരുക, അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പരിപാടിയും കാണിക്കില്ല കേട്ടാ. ഇതെന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പരിപാടി. എന്നിട്ട് ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആള് സോറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നാലെ ചെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല സോറിയും പറയോ? ഒന്നും പറയില്ല. അതന്നെ. അപ്പൊ അങ്ങനെ ഇവിടെ കേട്ടിറക്കായ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗിയർ മാറുന്നിട്ടാ. ഇപ്പൊ ന്യൂട്രലല്ല 6th-ലാക്കി. അപ്പൊ അങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ട്. നമുക്ക് ഇതേവരെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വണ്ടിപരമായിട്ട് ഇപ്പൊ പുതിയ വണ്ടി എടുത്തപ്പോ നമ്മൾ ഒരു 1000 കിലോമീറ്ററിന്റെ അടുത്ത് ആയിണ്ടാവില്ലടാ ടോട്ടല്. ഒരു 1000 കിലോമീറ്ററിന്റെ അടുത്ത് ഓടി. നിലവില് ഒരു പ്രശ്നമില്ല. രാവിലെ വെള്ളം കുറവൊന്നും കാണിച്ചില്ലല്ലോ റൈഡിട്ടില്. അത് നീ ആദ്യം ഓടിക്കുമ്പോഴോ അങ്ങനെ വെള്ളം കുറവൊന്നും വരാനൊന്നുമില്ലല്ലോ? ഇല്ല, അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ടയറൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടം കുറച്ച് ആവുന്ന സമയത്ത് മെല്ലെ ടയറുകൾ അഴിച്ച് പൊട്ടിയിടണം, ഓടിയിട്ട് നിറയ്ക്കണം. പിന്നെ ബാക്കിയുള്ള വെൽഡിങ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഓടി തുടങ്ങുമ്പോൾ തന്നെ മെല്ലെ ഗ്യാപ്പ്, അതായത് ഏത് വർക്ക്ഷോപ്പിന്റെ അവിടെയാണ് നമ്മൾ പോകുന്നത് ആ സമയത്ത് നമുക്ക് ആ ഗ്യാപ്പ് അനുസരിച്ച് അങ്ങനെ ചെയ്തു പോകാം. ഇപ്പൊ എറണാകുളം വഴിക്ക് വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു ആലുവ സൈഡിൽ കൂടെ പോകാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കയുടെ അവിടെ കയറി ബാക്കിയുള്ള സംഭവങ്ങൾ വിളിച്ച് എല്ലാം ശരിയാക്കാൻ പറഞ്ഞിട്ട് കയ്യോടെ ടപ്പെന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിച്ചു പോകാം. അല്ല നമ്മുടെ വീടിന്റെ അവിടേക്കോ ആ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മുടെ അടുത്ത് ചേട്ടനെ വിളിച്ച് പറഞ്ഞ് ആ കാര്യങ്ങളും ശരിയാക്കാം. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർത്താനം പറയുമ്പോൾ ഇല്ലേ, ഗിയർ മാറുന്ന കാര്യം ഇടയ്ക്ക് മറന്നു പോയിട്ടുണ്ട്. ചെറിയ കയറ്റങ്ങളാണെങ്കിലും വണ്ടി സ്ലോ ആയി പതിയുമ്പോഴാണ് നമുക്കത് അറിയണത്, അല്ലെങ്കിൽ നമ്മളത് അറിയില്ല.
പിന്നെ RPM മാക്സിമം നോക്കി ഓടിക്കുകയാണെങ്കിൽ മാക്സിമം മൈലേജും കിട്ടും. ഇപ്പൊ നമ്മുടെ മൈലേജിന്റെ നീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ട്രിപ്പിന്റെ ആണ് ഓൺ ചെയ്ത് വെച്ചേക്കണേ. കിലോമീറ്റർ ആണ് 2.6 മൈലേജ് കാണിക്കുന്നത്. ഇത് എവിടെ നിന്ന് അറിയോ? ഡീസൽ അടിച്ചിട്ട്. ഡീസൽ അടിച്ചത്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഇട്ടതിന് ശേഷം ഇപ്പൊ ആ ഒരു ഓട്ടോ അവിടുന്ന് കാര്യം ഓടി വന്നത് ഇപ്പൊ ലോഡ് കയറ്റി ഇവിടെ വരെ എത്തിയപ്പോ എനിക്ക് തോന്നുന്നു ഒരു 300 കിലോമീറ്ററിന്റെ അടുത്ത് ആയിണ്ടാവും. കയറ്റം കൂടുമ്പോ ഓട്ടോമാറ്റിക് അത് കുറഞ്ഞു വരും. ആ ഒരു 300 കിലോമീറ്ററിൽ ഇപ്പൊ 2.6 വരെയാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ശരിക്കും പക്ക അടിപൊളിയായിട്ടുള്ള സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-3.5 കിട്ടും. വലിയ ലോഡും ഇല്ല, കയറ്റില്ലാത്ത സ്ഥലമൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അല്ലാത്ത സ്ഥലത്തൊക്കെ ഒരു വിധം ഈ പറഞ്ഞ പോലെ തന്നെ 2.5-3 ഇതൊക്കെയാ. പിന്നെ ഓടിക്കണതിന്റെ ഇതുപോലെ ഇരിക്കും. ഞാൻ കണ്ടില്ലേ എപ്പോഴും ഗിയർ മാറ്റിക്കൊണ്ടിരിക്കുക. കയറ്റാന്നുള്ളത് നമുക്ക് എന്താ പറയാ ഇത്ര ടണ്ണേജ് അല്ല. ഇതിപ്പോ എന്തായാലും ഒരു 25 ടണ്ണിന് താഴെ ഉണ്ടാവില്ലേ? ഒരു 23 എന്തായാലും ഉണ്ടാവില്ലേ? ഇത്ര വെയിറ്റ് ഉള്ളത് കൊണ്ടേ നല്ല വെയിറ്റ് ഉള്ളത് കണ്ടില്ലേ? നമ്മൾ ഫുൾ ആക്സിഡന്റിൽ ഇങ്ങനെ RPM 10ന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗിയർ മാറ്റിയും കൊടുക്കണേ. അങ്ങനെ RPM ഒരു 15 പിടിച്ച് കറക്റ്റ് ഓടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 3-3.5 മൈലേജ് കിട്ടും. അതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈലേജ് എന്ന് പറഞ്ഞ സാധനം നോക്കണ്ട. നിരപ്പ് റോഡും ആയിരിക്കണം. നിരപ്പ് റോഡും ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ RPM നോക്കി ഓടിക്കാനൊന്നും പറ്റില്ല. 25 ഇപ്പൊ നമ്മൾ കയറ്റം കയറുകയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോ 20-25 വരെയൊക്കെ RPM വരും. കാരണം രക്ഷയില്ല, അല്ലാണ്ട് ആക്സെപ്റ്റ് കൊടുക്കാണ്ട് കയറില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ ഇവിടെ നമ്മുടെ ഏതാടാ ഇത് വലിയ വലിയ ഇറക്കാണോ? അല്ലാന്നോ? ഇതൊന്നും വലിയ അത്ര വലിയ ഇത് അത്ര വലിയ ഇറക്കല്ല. അപ്പൊ നമ്മള് 6ാമത്തെ ഗിയറിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കും. അത് ആക്സിഡന്റ് കൊടുക്കണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കുമ്പോൾ എല്ലാ കാര്യം വെച്ചാൽ മതി. ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വലിയ ആവശ്യം 60 കട്ടായിക്കൊള്ളില്ലേ ഇതിന്? ഇറക്കത്ത് 60 എങ്ങനെ കട്ടാവണേ? ഇല്ല അല്ലേ? ഇറക്കത്ത് 70-80 ഒക്കെ പോകും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ അത്ര സ്പീഡിൽ പോകാത്തോണ്ടേ നമുക്ക് അറിയില്ല. ഇറക്കത്ത് പോകുമ്പോൾ 60 കട്ടാവില്ല അല്ലേ? എങ്ങനെ ഇറക്കത്ത് 60 കട്ടാവുക? അല്ല എന്റെ വിചാരം സ്പീഡ് ഗവർണർ ഉള്ളത് കൊണ്ട് വണ്ടി വണ്ടി എന്താണ് ടയർ ഉള്ളില്ലേ? ടയറുമായിട്ട് ഒരു ബന്ധമില്ല. കേറിക്കോട്ടെ ചേട്ടാ, ഭയങ്കര പാടുപെട്ടാ. മറ്റെന്താ പറയാ, വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ നമ്മൾ തന്നെ പറയാറുണ്ട് വേറെ വല്ല വണ്ടിക്കാർ പോകുമ്പോ. അതന്നെ നമ്മളിപ്പോ കാണിക്കണേ. ഇല്ല ട്രാൻസ്പോർട്ട് അവിടെ നിർത്തി, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ രാത്രിയാവും നമ്മൾ എത്തുമ്പോ. കുഴപ്പമില്ല. ഇനിയിപ്പോ ചോറുണ്ട്. അങ്ങോട്ട് എത്തുമ്പോഴേക്കും വീട്ടിലെ ആൾക്കാരൊക്കെ കിടന്നുറങ്ങാണോ? അതുപോലെ സൂപ്പർ ഫാസ്റ്റ് വെട്ടിച്ചു കൊണ്ടല്ലോ. അങ്ങനെ നമ്മുടെ പാലിയക്കര ടോൾ എത്തിട്ടോ. അപ്പൊ ഈ ഒരു ട്രിപ്പ് നമ്മൾ തേനിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നപ്പോ ആകെ ഒരേ ഒരു സിഗ്നലിൽ മാത്രമേ ഉള്ളൂ പാലിയക്കര. ഇവിടെ 500 എത്രയാണ് ഇവിടെ? 575-525. അതെ, 500 സംതിങ് ആണ് എന്തായാലും. അപ്പോൾ നേരെ പാലിയക്കരയിൽ നിന്ന് ഇനി നമുക്ക് എത്താനായിട്ട് ആകെ ഒരു 10 കിലോമീറ്റർ ഉള്ളൂ നടത്തറയ്ക്ക്. അപ്പൊ നടത്തറയിൽ ഞാൻ ഇറങ്ങുകയാണ്. നടത്തറയിൽ നിന്ന് ഇവൻ നേരെ വടക്കഞ്ചേരിക്ക് പോവാണ്. എന്നിട്ട് മില്ലിന്റെ അവിടെ പാർക്ക് ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ ലോഡ് ഇറക്കും. നാളെ രാവിലെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് നാളെ വണ്ടി വീടിന്റെ അവിടെ കൊണ്ടുവന്ന് ഒതുക്കും. അത് കഴിഞ്ഞ് മറ്റന്നാൾ ഇവൻ വണ്ടിയായിട്ട് എവിടെയാ ഓട്ടം വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് വരുന്ന വഴിക്ക് ഞാൻ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത്. അതിനെ ഫ്ലാഷിന്റെ തോന്നിക്കണം. അതെ, അപ്പോൾ ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇവൻ വിളിക്കുന്ന സമയത്ത് രാവിലെ എവിടുന്ന് ഓട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നിൽക്കണേ. ടോള് കണ്ടോ, ഫുള്ള് ബ്ലോക്ക് എല്ലായിടത്തും. ഒരു വണ്ടി പോലും പോകില്ല. നമ്മൾ പോണ ട്രാക്ക് മാത്രമാണ് കണ്ട്, ബാക്കിയുള്ള ട്രാക്ക് ഒക്കെ നിൽക്കുക. അപൂർവം ട്രാക്കാണ് പോണതുള്ളൂ. നമ്മൾ കാർഡ് എന്തായാലും റീഡ് ചെയ്തോളൂല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. നോക്കിയേ, ഫുള്ള് ബ്ലോക്കാ. ഇവർക്ക് ഇതൊക്കെ ഇത്തിരി വലുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത്. ടോൾ വണ്ടി വലിയ വണ്ടി പോകുന്നത് ഒരിഞ്ഞ് പോകുന്ന കണ്ടീഷനിലെ ടോൾ ഉണ്ടാക്കി വെച്ചേക്കും. എപ്പോഴും അതെ കേട്ടോ. ഏറ്റവും വലിയ തട്ടിപ്പ് പരിപാടിയായി ടോൾ എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ കാലാവധി കഴിഞ്ഞില്ലേ? ഇതിന്റെയൊക്കെ പണ്ടേ കഴിഞ്ഞ എത്ര കൊല്ലായി പിരിക്കും. തുറക്കണോ? ഇനിയിപ്പോ തുറക്കണ ആള് കൈ പിടിച്ചു പോകണ തുറക്കേണ്ട വരുമോ? എത്ര നേരെ സാധാരണ കയറുമ്പോഴേക്കും ഇതെന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ട്രാക്ക് വർക്ക് ചെയ്യണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് ആലോചിക്കാണ്, ഞാൻ പൊന്തണോ വേണ്ടയോ, ഇവനെ കിടത്തി വരണോ, അങ്ങനെയാണ് പരിപാടി. അജീഷ, ഞാൻ ഒറ്റയ്ക്കായിട്ടാ നിന്റെ സഞ്ചാരം? പേടിയൊന്നുമില്ലല്ലോ ഒറ്റയ്ക്ക് പോയാൽ?
അതിനെ കൂട്ടിട്ട് പോകണം അവിടുന്ന്. ആളെ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ വല്ല യൂണിയൻകാരെ ഇവിടുന്ന് പറഞ്ഞു വിടാം. പേടിയുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ലല്ലോ. ഞാൻ ആരെയും കൂട്ടിട്ട് പോയി യൂണിയൻ എല്ലാവരും ഇപ്പൊ ഈ സമയത്ത് ഉണ്ടാവും. ഈ സമയത്ത് ആരെങ്കിലും വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ കൂട്ടി വരാം. ശരിയാ പഠിക്കും ശരിയായിട്ട് പറഞ്ഞു വിടാനായിട്ട്. ഞാനിപ്പോ എവിടെ നിന്ന് ഓടിച്ചു തുടങ്ങിയതാ? കോട്ടയം കാലം മുന്നേ അല്ലേ? അവിടുന്ന് കയറിയതല്ലേ? നമ്മള് ചായ കുടിച്ചോടത്തുനിന്ന് കയറിയതാ. കോട്ടയം കഴിഞ്ഞിട്ട്. കോട്ടയം കഴിഞ്ഞിട്ടല്ല, കോട്ടയം എത്രക്കാലം ഏറ്റുമാനൂര് കഴിഞ്ഞിട്ട്. ശരിയാ, കോട്ടയം ടൗൺ ടച്ച് ചെയ്തില്ല നമ്മള്. അപ്പൊ അവിടുന്ന് കയറി ഇവിടെ വരെ ഇപ്പൊ ഓടിച്ചു കിട്ടോ. ഓടിക്കാൻ ലൈനിലൊന്നും ഒരു പ്രശ്നമില്ല. ആകെ ഈ വണ്ടിക്കാര് ചില കാറുകാർ അങ്ങോട്ട് കട്ട് ചെയ്ത് ചിലവര് ഇങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. സുഖമായിട്ട് ഇങ്ങനെ നമ്മള് വന്ന സമയം അങ്ങനത്തെ സമയം. അതന്നെ. ഒന്നാമത് ഫുള്ള് തിരക്കെന്ന് പറഞ്ഞാൽ ലൈനിൽ ഫുള്ള് തിരക്കാ. പിന്നെ ബൈക്കുകാർ അതിനെ കയറുമ്പോ ഈ നിറച്ച് ഗ്ലാസ് ഉള്ളത് കൊണ്ട് നല്ല ഉപകാരാ. ചേർന്ന് ആൾക്കാർ നടന്നു പോയാലും അതുപോലെ ബൈക്ക് കയറി വന്നാലും ഒക്കെ നമുക്ക് ഇതിങ്ങനെ കാണാം. അപ്പൊ അത് തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് കൊണ്ട് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാ. ഞാൻ ഭാരത് ബെൻസിന്റെ ഇവിടുത്തെ ഷോറൂം ഏതാണെന്നറിയോ? ഈ ഡെക്കത്തലോന്റെ തൊട്ട് പുറത്തുണ്ടോ ഈ ഇറങ്ങി ചെല്ലുന്നോണ്ട് അതാണ് ഭാരത് ബെൻസിന്റെ. ഇത് മസ്തയുടെ, അതാണ് മസ്തയുടെ ഷോറൂം. ഈ സൈഡിൽ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സമാധാനം. ഈ ഇവിടെ നിന്ന് വടക്കഞ്ചേരി വരെ വലിയ കുഴപ്പമില്ല, സുഖമായിട്ട് പോവാം. മൂന്നുവരിപ്പാത ആകെ കുറച്ച് സ്ഥലത്തേ ഇല്ലാത്തേ ഉള്ളൂ. ബാക്കി നമ്മുടെ നടത്തറേന്ന് അങ്ങോട്ട് ഫുള്ള് മൂന്നുവരിപ്പാതയാ. വടക്കഞ്ചേരി ഇപ്പൊ ലോഡ് ഇറക്കുന്ന സ്ഥലം വരെ ഇതല്ലേ? മൂന്നുവരിപ്പാതയല്ലേ? വടക്കഞ്ചേരി ടൗണിൽ ഉള്ളിൽ പോണ അവിടെ ഇല്ല. വടക്കഞ്ചേരി നിന്റെ വീടിന്റെ വഴി മൂന്നുവരിപ്പാത അല്ലാന്നല്ല. നീ കൊള്ളാനോടാ. ശരിക്കും നമ്മുടെ ഈ റൂട്ട് ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. എന്താ പറയാ, 2 ലൈൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ലൈൻ. പിന്നെ നീ പോണ വഴിക്ക് ഒരു ടോളഗഡി ഉണ്ട് കേട്ടോ, പന്നിയങ്കര. അവിടെ ഇതേക്കാളും റേറ്റ് കൂടുതലല്ലേ? 6 വരി ആയതുകൊണ്ട്, 6 വരിപ്പാത ആയതുകൊണ്ട് അങ്ങനെ ആവാൻ വഴിയില്ല. കൂടാനേ ചാൻസ് ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോ എത്ര രൂപ പോയി കഴിഞ്ഞ ട്രിപ്പ് നമുക്ക് അവിടെ പന്നിയങ്കരന്റെ ടോൾ കൊടുത്തിട്ടില്ലല്ലോ. ടോൾ കൊടുക്കണ്ട. ശരി ശരി ശരി. അത് 512 15 എത്ര കണ്ട? ശരി തന്നെയാടാ. അപ്പൊ ശരിയാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ലൈനും 2 ലൈനും ഒരേ പൈസയാണ് മേടിക്കണേ. അതറിയില്ലട്ടാ, സംഭവം അറിയില്ല. അപ്പൊ എന്തായാലും 4 ലൈനും 2 ലൈനൊക്കെ ആയി കഴിഞ്ഞാല് എങ്ങനെ പറയും, ടോൾ പൈസ കണക്കൂട്ടുമില്ല. ഒരു കുന്ന് പൈസ ടോൾ പൈസ. കുറച്ച് പൈസ ഒന്നല്ല. എനിക്ക് തോന്നുന്നു ടോൾ പൈസ ഒരു വണ്ടി 40-60 കിലോമീറ്റർ ഓടണമെങ്കിൽ 600 രൂപ കണക്കൂട്ടിയാ 1 കിലോമീറ്റർ എത്രയും ടോളിന്റെ പൈസ ഒന്ന് ഹരിക്കണം. എന്നാലും എനിക്ക് അറിയുള്ളൂ. 10 രൂപ വെച്ചിട്ടാവോ? 10 രൂപ വെച്ചാവില്ലല്ലോ. ഇല്ല, അത്രയും നിനക്ക് കണക്കിന് വീക്കല്ലേ? എന്റെ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയും. ഇപ്പോൾ അവൻ എന്റെ മുഖത്തേക്ക് ചിരിക്കുള്ള കണക്ക് പോയി മനസ്സിലായിട്ടില്ല ഗൈസ്. അത് അടുത്ത വീഡിയോ കണക്ക് കൂട്ടിയിട്ട് പറയുമ്പോഴായിരിക്കും കേട്ടോ. ഞാൻ കണക്കില് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ പുലിയാ, അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഗസമാനക്കണക്കൊക്കെ ചെറിയ വല്ല സംഭവത്തിനൊക്കെ വരും. പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത് റെഡല്ലേ കത്തി കിടക്കണേ? പച്ചയായിരുന്നു, റെഡായി പോയി. ഒരു രക്ഷയില്ല. ഇനിയിപ്പോ നമുക്ക് ഇത് മരുത്താക്കര വഴി നിനക്ക് ഓർമ്മയില്ലേ? ടോള് കട്ട് ചെയ്ത് അതെ അതെ അതെ. നമ്മള് ഓട് കയറ്റിയിട്ട് വന്നത് ഇതിനായിരുന്നു. അത് തന്നെയല്ല, ടോള് കട്ട് ചെയ്തിട്ട് നമുക്ക് ആമ്പലൂര് സെന്ററിൽ ചെന്ന് കയറണമെങ്കിലത്തെ വഴി ഇത് തന്നെയാണ്. ഈ വഴിക്ക് പോവാണെങ്കിൽ കിലോമീറ്റർ കൂടുതലില്ല കേട്ടോ. ഇതിനാണെങ്കിൽ സുഖമായിട്ട് വലിയ വണ്ടി പോവുകയും ചെയ്യും. ധൈര്യമായിട്ട് ഈ വഴിക്ക് പോവാം. ആ വണ്ടിയൊക്കെ അവിടെ നിന്ന് ടോളിൽ നിന്ന് കയറി വരുന്ന വണ്ടിയാണ്. അത് ടോള് കൊടുക്കാണ്ട്, മനസ്സിലായ? അപ്പോൾ ടോൾ കട്ട് ചെയ്ത് പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ മരത്തക്കര വഴിക്ക് പോവാം. ഒരു 515 രൂപ ലാഭിക്കാം. അതിൽ ഡീസൽ നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിൽ ആകെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വ്യത്യാസം വരുള്ളൂ. പക്ഷേ ഈ സ്ട്രേറ്റ് റോഡിൽ നല്ലത് പോണതിൽ വ്യത്യാസം വരിക ഒരു 200 രൂപ അല്ലെങ്കിൽ 300 രൂപ 250 രൂപ ഏറ്റവും കൂടി പോകും. എന്നാലും 250 രൂപ ലാഭം ടോൾ കട്ട് ചെയ്ത് പോയാൽ. ഇതിൽ ഇത്തിരി സമയം പോകും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ സമയം. പിന്നെ അറിയില്ലാത്ത വഴിക്ക് പോകുമ്പോൾ കണ്ടമാനം ദൂരം ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ആംബുലൻസ് വരട്ടെ, തുറന്നു കേട്ടോ. അപ്പുറത്താണ് എവിടെ? അവിടെ നിന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ തുറന്നു വിടുന്നു. അങ്ങനെ ഇവിടെ ഓട്ടോമാറ്റിക് ആണല്ലോ, തുറന്നു വിടാനില്ല. മറ്റേ ആലുവയിൽ ഇരിക്കുന്നതിൽ ഒരാൾ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യണ സ്ഥലമുണ്ട്. 7-8 കുഴപ്പമില്ല. അവിടെ സർവീസ് റോഡിൽ നിർത്തിട്ടാ? ഏതാ ചേട്ടൻ അവിടെ ഇറങ്ങാൻ നിർത്തുമ്പോഴേ സർവീസ് റോഡിൽ സർവീസ് റോഡിൽ നിർത്തണ്ട. ഞാന് സിഗനില് കഴിഞ്ഞിട്ട് എന്താ പറയാ, മറ്റേ ഇപ്പുറത്ത് സിഗനില് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അവിടെ നിർത്താൻ. ഡാഡിയോട് അങ്ങോട്ട് വരാനാ പറഞ്ഞേക്കണേ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ മതി. ഇതിലെ കയറിയ സർവീസ് റോഡ് ചെറുതാ, വേറെ വണ്ടിയൊന്നും നിർത്താൻ പറ്റില്ല, ബ്ലോക്കും ആവും. അപ്പൊ അതിനും നല്ലത് അവിടെ നിർത്തല്ലേ. ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം.
ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ കാറുകളുടെ ഒക്കെ എല്ലാത്തിന്റെ ഷോറൂം. തൃശ്ശൂരിലത്തെ കാർ കടകളുടെ ഫുള്ള് ബെൻസിന്റെ ഷോറൂം, മസ്തയുടെ ഷോറൂം, അതുപോലെ തന്നെ ഫോർഡിന്റെ, പിന്നെ എല്ലാ ബ്രാൻഡുകളുടെ ഒക്കെ ഈ VRD, അത് നമ്മുടെ ഇതിന്റെ ടയോട്ടയുടെ, സുസുക്കിയുടെ, അതിനെല്ലാത്തിന്റെയും In 300 meters, turn left. ഫാക്ടറി. അപ്പൊ ഇനിയിപ്പോ സ്ട്രെയിറ്റ് വഴിയാ ഈ വഴി. ഇവിടുന്ന് മുതൽ പാലക്കാട് വരെ പോകും. പാലക്കാടല്ല, വടക്കഞ്ചേരി വരെ പോകാൻ അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പാലക്കാട് വരെ പാലക്കാട്. പക്ഷെ ചെറിയ റോഡ്, വീണ്ടും 2 വരി ആയില്ലടാ. ഇവിടെ പാലക്കാട് 2 വരി അവിടെ. വടക്കഞ്ചേരി ടു പാലക്കാട് 2 വരി. ആകെ ഫ്ലൈ ഓവർ മാത്രല്ലേ 3 വരി ഉള്ളൂ. ബാക്കി അവിടുത്തെ ഡബിൾ ലൈൻ അല്ലേ ഉള്ളൂ. ഞാൻ ട്രിപ്പിൾ ലൈൻ്റെ കാര്യം പറയണേ. അത് ഇവിടുന്ന് ആകെ കേരളത്തിൽ ആകെ 3 വരി പാത ഉള്ളത് മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. അതിലിപ്പോ കുതിരാന്റെ അവിടുത്തെ ടണൽ അടച്ചതിന് ശേഷം ആ ഒരു ഭാഗം മാത്രം ഇപ്പൊ ഇതായത് മാത്രം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഇപ്പൊ ആകെ 3 വരി പാത ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂടാ. ഏറ്റവും മോശമായി പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ. ഏത് ഏറ്റവും മോശം? ഏറ്റവും നല്ല റോഡല്ലേ? നല്ല റോഡൊക്കെ തന്നെ. ആ, മന്ത്രി പറഞ്ഞ ന്യൂയോർക്കിലെ റോഡും ഇതും കമ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. ടോൾ അടച്ചിട്ട് എന്തോരം നാളായി? ടോൾ അടക്കി? ടോളല്ല, മറ്റേ ടണലടച്ചിട്ട്. ടണല് അത് ശരിയാണ്. പക്ഷെ ന്യൂയോർക്കിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ അത് ന്യൂയോർക്കിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ആ ഒരു റേഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മണ്ണുത്തിയിടത്തെ മറ്റേ വടക്കഞ്ചേരി വരെയുള്ള ന്യൂയോർക്ക് റോഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ആ റോഡിന് ഞാൻ തന്നെ വിളിക്കുന്നത് ന്യൂയോർക്ക് റോഡ് എന്നാ. അത്ര സൂപ്പറാന്നേ. കാരണം ഒരു സൈഡ് ടണൽ അടച്ചിട്ട് എത്ര കാലമായി എന്നറിയോ? സൂപ്പറാണ് ഗൈസ്. നിങ്ങളും സമ്മതിക്കണം കേട്ടോ, ഞാൻ പറയണ കാര്യം മോശം പറയരുത്. നീ സമ്മതിച്ചില്ലടാ? ഞാൻ സമ്മതിക്കില്ല. എന്താ ന്യൂയോർക്കിൽ നീ പോയിട്ടോ? പിന്നെ നിനക്ക് ഇങ്ങനെ അറിയാം? നീ നമ്മുടെ ആളല്ല അല്ലേ? അത് സമ്മതിക്കണട്ടാ. ഞങ്ങൾ എന്ത് പറയും, അത് കേട്ടാ മതി. ന്യൂയോർക്കിലെ റോഡും ഞാൻ പറയണ ആളല്ല. പിന്നെ എന്തായാലും ഈ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല 60 കിലോമീറ്ററിനുള്ള ടോള്. ഇതൊക്കെ നമ്മുടെ മന്ത്രിമാര് ഇടപെടണം. എന്നിട്ട് പറയണം 60 കിലോമീറ്ററിനുള്ളിലാണ് ടോള് വരാനുള്ള നിയമമുള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത് കളയണം പാലിയേക്കര. എന്നാലല്ലേ വല്ല കാര്യമുള്ളൂ. അവരാരും മുൻകൈ എടുക്കണം, അവരുടെ ആൾക്കാരുകൾ നിൽക്കും. ഇതെല്ലാവരും അഴിമതി എവിടെ ഉണ്ടോ അതിനെ കൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞ പോലെ അതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അല്ലെങ്കിൽ ടോളൊക്കെ ഇതൊക്കെ ഇവിടെ സമ്മതിക്കാൻ പാടില്ല. നിയമമുള്ളതല്ലേ പാടില്ലാന്ന്. അവർക്ക് മേടിക്കുന്നതിന് യാതൊരു നിയമവും ഇല്ല. ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് കുറെ കാലാവധി ഒക്കെ കഴിഞ്ഞു പറയണ്ടത്. ഇത് കാലാവധി എന്ന് ഉദ്ദേശിക്കണ ഇത് പണിത പൈസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞില്ലേ, അതിന് എത്രയോ കോടി രൂപ പിന്നെയും ലാഭവും കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിർത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആരോടെ നമ്മൾ പോയി പറയണത്? പറയേണ്ട ആൾക്കാരാണ് തിരിച്ചോളാൻ പറയണത്. അപ്പൊ കാര്യമൊന്നുമില്ല. നമ്മളൊരാൾ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടെന്നൊക്കെ ആരും പ്രതികരിക്കില്ല. അപ്പൊ നമ്മൾ പ്രതികരിക്കും, അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ പ്രതികരിക്കും, അല്ലെങ്കിൽ ആർക്കും ഇതിനൊന്നും സമയമില്ല. എന്ന് പറയേണ്ട പൈസ കൊടുത്ത് പോവുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ കാര്യം. അത് തന്നെ ആൾക്കാർ ചെയ്തോണ്ട്. ടോള് കൊടുത്ത് പോവാൻ പറ്റുന്ന വണ്ടി മേടിച്ചാൽ മതി. ടോള് കൊടുത്ത് പോവാൻ പറ്റുന്ന വണ്ടി മേടിച്ചാൽ മതി. ആ, ടോള് കൊടുത്ത് കാശുള്ളവരല്ലേ വണ്ടി മേടിക്കണേ. പല മന്ത്രിമാരും പറയണല്ലേ ഇവിടെ കാശില്ലാത്ത ആരെങ്കിലും കാർ മേടിക്കണോ അല്ലെങ്കിൽ വണ്ടി മേടിക്കണോ എന്ന് ചോദിക്കണേ. സംഭവം ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ആരും വണ്ടി മേടിക്കണില്ല. അപ്പൊ കാശുള്ളവരാണെങ്കിൽ ടോള് കൊടുത്ത് പോക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ മാറ്റുന്ന കേസ് ഞങ്ങൾക്ക് എടുക്കണില്ല. ആ കേസ് നീ ഇതവിടെ ഒരു കെട്ടിടം കണ്ടോ, ഹൈ ലൈഫ് മാൾ എന്ന് പറഞ്ഞിട്ട്? ആ, അതാണ് ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂരിൽ വരുന്ന ഏറ്റവും വലിയ ഷോപ്പിംഗ് മാള്. ആദ്യമായിട്ടാണ് തൃശ്ശൂർക്കാർക്ക് ഇത്ര വലിയൊരു ഷോപ്പിംഗ് മാള് കിട്ടുന്നത്. വേറെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ശോഭ എന്ന് പറഞ്ഞ ഒരു ശോഭ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെ ഹൈ ലൈഫ് മാൾ എന്ന് പറഞ്ഞൊരു വണ്ട സാധനം കുട്ടനല്ലൂർ ഓർബിറ്റിന്റെ മോളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. ഇതിന്റെ ഉള്ളിലാണ് തൃശ്ശൂരത്തെ ലുലു വരാൻ പോണേന്ന് പറയണു. ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയില്ല. എല്ലാവരും പറയുന്നുണ്ട് ലുലുവിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഇതിന്റെ ഉള്ളിൽ വരാൻ പോവാണെന്ന്. കാണും കണ്ടോ? അത് തന്നെ ഇതാണ് സാധനം. വണ്ട സാധനം കേട്ടോ, വണ്ട ബിൽഡിങ്ങാ. ലുലു ഇവിടെ തൃശ്ശൂരില്ലേ? പാലക്കാടിലൊന്നുമില്ല. നീ ഞങ്ങളെ കൊച്ചാക്കിയില്ലടാ. ഞങ്ങളുടെ പാലക്കാട് വരെ ഉണ്ടല്ലോ. ഇല്ലടാ, ഞങ്ങളുടെ തൃശ്ശൂർക്കാര് പാവം. ഞങ്ങൾക്കുള്ള പലതും നിങ്ങൾക്കില്ല അവിടെ, അതറിയില്ലേ? നിങ്ങളുടെ പാലക്കാട്ടില് പല സാധനം കുറവാ. ഇത് പാലക്കാട്ടുകാരും തൃശ്ശൂർക്കാരുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. അപ്പൊ തൃശ്ശൂർക്കാർ നമ്മുടെ ഒപ്പം നിന്നോളോ, പാലക്കാടുകാർ അവന്റെ ഒപ്പം നിന്നോളോ. എനിക്ക് ഈ 6ാമത്തെ ഗിയർ കഴിഞ്ഞ ചില സമയത്ത് 7ാമത്തേക്കും ഗിയർ ഉണ്ടെന്ന്
ഒരു തോന്നല്. ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റാൻ ശ്രമിക്കും. പിന്നെ കഴിഞ്ഞു അവിടെ ഇല്ലാന്ന് തോന്നുമ്പോൾ വലിച്ചിങ്ങോട്ട് തന്നെ ഇടും. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംഭവിക്കുന്നുണ്ട്. ഇതേ നമ്മൾ നടത്തറ എത്താറായിട്ടാണ്. ഇനിയിപ്പോൾ ഈ കുട്ടല്ലൂർ ഓവർബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നടത്തറയാണ്. നടത്തറയിൽ ഡാഡി വന്ന് നിൽക്കട്ടോ. അപ്പോൾ എൻ്റെ 2 ബാഗ് എടുക്കണം. ഞാൻ നടത്തറയിൽ ഇറങ്ങണം. അടുത്ത ദിവസം ഇവനായിട്ട് മുട്ടുന്നു, കണക്ഷൻ ആവുന്നു. നേരെ അടുത്ത ട്രിപ്പ് നമുക്ക് എവിടേക്കാന്നുള്ളത് ഇതേവരെ തീരുമാനമായിട്ടില്ല. ലോഡ് ഇറക്കിയതിന് ശേഷം വിളിച്ചിട്ട് വേണം അത് തീരുമാനമാവാൻ. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം സംഭവം ചെയ്ത് പുതിയാക്കിയോളാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതായിരിക്കും എല്ലാവർക്കും ബൈ 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 ബൈ. Head north.